ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് തൃശ്ശൂരിൽ പാലിയേക്കര ടോൾ പിരിവ് വീണ്ടും തുടങ്ങി. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സാഹചര്യം പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ ഇടപ്പള്ളി മണ്ണുത്തി പാതയിൽ പൂർണ്ണമായും പണി കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. പഴയ നിരക്കിൽ തന്നെ മാത്രമേ പിരിക്കാൻ പാടുള്ളൂ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് വൈകുന്നേരം 5:30 മണി മുതൽ പിരിവൊക്കെ തുടങ്ങി. പക്ഷേ ജനങ്ങൾ ഇത്തിരി അസംതൃപ്തിയിലാണ് എന്നാണ് നമുക്കറിയുന്നത്. പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രൈം ടൈം തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ആദ്യം ഒരു സുഖകരമല്ലാത്തൊരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. കൊട്ടാരക്കര മുട്ടറ മരുതിമലയിൽ ആത്മഹത്യയ്ക്ക് 2 വിദ്യാർത്ഥികൾ ശ്രമിച്ചു. അതിൽ ഒരാൾ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത വരുന്നു. അടൂർ പെരിങ്ങനാട് സ്വദേശി മീനുവാണ് മരിച്ചത്. സുഹൃത്ത് ശിവർണയുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിദ്യാർത്ഥികൾ പാറയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. കൊട്ടാരക്കരയിൽ നിന്നും സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. സുജിത്ത്, ഈ 2 പെൺകുട്ടികൾ കുറച്ചേറെ നേരം അവിടെ ഇരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? തീർച്ചയായും എസ്കെൻ, ഈ അടൂർ തൃച്ചേന്ദമംഗലം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മീനുവും ശിവർണയും. ഇരുവരെയും ഇന്ന് രാവിലെ മുതൽ കാണാതായിരുന്നു. അതിനെ തുടർന്ന് വീട്ടുകാർ അടൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. അടൂർ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഇരുവരും അടൂർ മുട്ടറ മരുതിമലയിലുള്ള പാറപ്പുറത്ത് ഇരിക്കുന്നതായി നാട്ടുകാർക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവരുടെ ഇരിപ്പിൽ തന്നെ നാട്ടുകാർക്ക് ചില പന്തികേട് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ ഇവർ നാട്ടുകാർ ചേർന്നാണ് പൂയപ്പള്ളി പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും ഇരുവരും പാറയ്ക്ക് മുകളിൽ നിന്നും താഴേക്ക് ചാടിയിരുന്നു. നില ഗുരുതരമായ മീനുവിനെയും അതുപോലെ തന്നെ ശിവർണയെയും അസീസിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ആണ് മരിച്ചത്. ശിവർണയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവർ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. പോലീസ് പറയുന്നത് ഇവരുടെ ഒരു ആൺ സുഹൃത്തിന്റെ നമ്പർ, ഇവരുടെ കയ്യിൽ ഒരു നോവൽ ഉണ്ടായിരുന്നു. ആ നോവലിന്റെ വശത്തായി എഴുതി വെച്ചിരുന്നു. അതിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ കുട്ടികളെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. കുട്ടികളുടെ വീട്ടുകാർ ഇപ്പോൾ സ്ഥലത്തേക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മീനുവിന്റെ മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിലാണുള്ളത്. ശിവർണ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഓക്കെ. സുജിത്ത്, യഥാർത്ഥത്തിൽ ഇവരുടെ ഈ ആത്മഹത്യാ ശ്രമം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വല്ല വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. വീട്ടുകാരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവരെയും രാവിലെ സ്കൂളിലേക്ക് പോയതായിരുന്നു. ഇവരും ഉറ്റ സുഹൃത്തുക്കളാണ്, അതുപോലെ തന്നെ സഹപാഠികളാണ്. തൃച്ചേന്ദമംഗലം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളുമാണ്. ഇവർ ഇന്ന് രാവിലെ സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് സ്കൂൾ അധികൃതരാണ് വീട്ടുകാരെ വിവരം അറിയിച്ചത്. അതിനെ തുടർന്നാണ് വീട്ടുകാർ അടൂർ പോലീസിൽ പരാതി നൽകിയതും. എന്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് കാര്യം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. ഇതിൽ അടൂർ പോലീസ് അതുപോലെ തന്നെ പൂയപ്പള്ളി പോലീസും അന്വേഷണം നടത്തുകയാണ്. ഓക്കെ. സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുട്ടറ മരുതിമലയിൽ നിന്ന് ചാടി 2 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിലൊരാൾ മരിച്ചു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഒരുപാട് തവണ ഞാൻ ആളുകളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മറ്റു മാധ്യമങ്ങളും അത് പറയാറുമുണ്ട്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ സുഹൃത്തുക്കളോടോ കൂട്ടുകാരികളോടോ അതല്ലെങ്കിൽ വീട്ടുകാരോടോ ഒക്കെ പറഞ്ഞ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത്. വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്. എന്തായാലും ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി. അടൂരിലെ പെരിങ്ങനാട്ടെ മീനു മരിച്ചു കഴിഞ്ഞു. ഇനി സുഹൃത്ത് ശിവർണ, അവരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും സങ്കടകരമായി പോയി. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. ശിരോവസ്ത്രം ധരിച്ച വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവ് കക്ഷി ചേരും. കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരുന്നതിന്
തടസ്സങ്ങളില്ലെന്ന DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് സ്കൂൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. വിഷയത്തിൽ സ്കൂളിനോട് കോടതി വിശദീകരണം തേടി. 149 മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്ന് മാനേജ്മെന്റിന് വേണ്ടി ഹാജരായ അഭിഭാഷക പറഞ്ഞു. സ്കൂളിലുള്ളത് കുട്ടികൾ മാത്രമാണെന്ന് കോടതി തിരുത്തി. വിവാദങ്ങൾക്കിടയിൽ സ്കൂൾ മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുട്ടിയുടെ കുടുംബം. ഹിജാബ് ധരിച്ച് അവിടെ പഠിക്കുന്നത് മറ്റു കുട്ടികൾ ഭയമുളവാക്കുന്നുവെന്ന് ആ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിൻ്റെ മാനസികാവസ്ഥ വളരെ സങ്കീർണമായി. അങ്ങനെ ഒരു വാക്ക് ഒരു പ്രിൻസിപ്പൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണത്. എന്നാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂളിന്റെ നിയമവും നിയന്ത്രണങ്ങളും അനുസരിച്ച് വന്നാൽ വിദ്യാർത്ഥിയെ സ്വീകരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല എന്ന്. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. വിഷയത്തിൽ വർഗീയ മുതലെടുപ്പിന് കോൺഗ്രസും SDPI ജമാഅത്തെ ഇസ്ലാമി അടക്കം ശ്രമിച്ചുവെന്ന് CPIM കുറ്റപ്പെടുത്തി. സ്കൂളിനെതിരെ കൂടുതൽ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനാണ് സാധ്യത. 24 കൊച്ചി. മലപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയോട് KSEB ക്രൂരത കാണിച്ചു എന്ന ആരോപണം ഉയരുന്നു. ബില്ലടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ ഫീസ് ഊരി 85-കാരി 3 മാസമായി ഇരുട്ടിലാണ്. നെന്മൂർ പാറേക്കാട് നഗറിലെ ചക്കിയമ്മയാണ് ഇപ്പോൾ ഇരുട്ടിലായത്. നടക്കാനാവാതെയും പലതരം രോഗങ്ങളാലും ബുദ്ധിമുട്ടുകയാണ് ചക്കിയമ്മ. മരിച്ചുപോയാൽ മതിയെന്ന് തോന്നുന്നു എന്ന് ചക്കിയമ്മ 24നോട് പറഞ്ഞു. ഇല്ലാതായിട്ട് എത്രയായി? കുറെ അയക്കണേ, പറയാൻ കഴിയൂല. എനിക്ക് ബില്ലൊന്നും ഞാൻ അടച്ചിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും അന്വേഷിച്ചോ? ഇവിടേക്ക് പോകണം, പഞ്ചായത്തൊക്കെ പോയാൽ അറിയാം. ഞാൻ പോയിട്ട് എൻ്റെ കാല് വയ്യ, എനിക്ക് നടക്കാനേ ചുട്ട് കത്താണ് എൻ്റെ കാല്. മരുന്ന് ആ പൈസ കൊണ്ട് തന്നെ വാങ്ങണം. ഞാൻ കറിക്കും ഞാൻ എല്ലാം വേണം. പഞ്ചാര, ചായപ്പൊടി, ചോപ്പ്, വെളിച്ചെണ്ണ ഒക്കെ വേണ്ട സാറേ. ഇതിൽ കാട്ടി മരിച്ചു പോകുകയാണ് നല്ലത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൂഗിൾ K വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗൂഗിൾ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN ചാലിയാർ പഞ്ചായത്തിലാണ് ചക്കിയമ്മ താമസിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ചക്കിയമ്മയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായിരുന്നു വൈദ്യുതി ലഭിച്ചിരുന്നത്. 40 യൂണിറ്റിന് താഴെ മാത്രം ഗാർഹിക ഉപയോഗമുള്ള BPL കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ സൗജന്യമായി വൈദ്യുതി നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസത്തിനിടയിൽ ഏതോ ഒരു മാസം ഇവർക്ക് 40 യൂണിറ്റ് അധികം ഇവർ വൈദ്യുതി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് മറ്റാരോ വൈദ്യുതി മോഷണം നടത്തി, അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് വൈദ്യുതി മോഷണം നടത്തി ഉപയോഗിച്ചതാണ് എന്ന ഒരു ആരോപണം ഉയരുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ചക്കിയമ്മയുടെ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസമായി അവർ ഇരുട്ടിലാണ്. അവർ ഈ 40 യൂണിറ്റിന് മുകളിലൊന്നും സ്വാഭാവികമായിട്ടും വൈദ്യുതി ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല. കാരണം അവരുടെ വീട്ടിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും, കേവലം 2 ബൾബുകൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള രോഗങ്ങൾ അവർക്കുണ്ട്, കാലിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, നടക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം. അവർ പറയുകയാണ് നമ്മളോട്, മരിച്ചു പോയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നൊരവസ്ഥയിലേക്ക് 85-കാരിയായ ഒരു വയോധിക എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉള്ളത്. ഇതിനെതിരെ അടിയന്തരമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ 3 മാസത്തിലധികമായി അവർ ഇത്തരത്തിൽ ഇരുട്ടിൽ കഴിയുകയാണ്. രാത്രി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വേണുഗോപാൽ, ഈ 3 മാസമായി ഈ അമ്മ ഇരുട്ടിലായിട്ടും ആരും ഇടപെട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഒരു കാര്യം ചോദിച്ചാൽ ഗൂഗിൾ വേണുഗോപാൽ, അത്യാവശ്യമായിട്ട് നമ്മളിപ്പോൾ എത്ര രൂപ അടച്ചാൽ അമ്മയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് പണം നൽകിക്കഴിഞ്ഞാൽ ഈ KSEBയുടെ ബില്ല് അടച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. പക്ഷേ KSEBയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കുന്നത് അവർക്ക് നേരത്തെ ലഭിച്ചിരുന്നത് പോലെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, 40 യൂണിറ്റിന് താഴെ മാത്രം ഉപയോഗിക്കുന്ന BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി സൗജന്യമായി നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ 40 യൂണിറ്റിന് മുകളിൽ ഉപയോഗിച്ചതിനാൽ അവർക്ക് ഇത്തരത്തിലുള്ള സൗജന്യമായി ഇനി വൈദ്യുതി ലഭിക്കുകയില്ല. ആ കണക്ഷൻ അല്ലെങ്കിൽ ആ പദ്ധതിക്ക് അവർ പുറത്തായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള മാസങ്ങളിൽ അവർ എത്രയാണോ വൈദ്യുതി ഉപയോഗിക്കുന്നത് ആ ബില്ല് നമ്മൾ അടയ്ക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണുള്ളത്. ഇനി പണം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. SKN, അപ്പോൾ ഗൂഗിൾ ഒരു കാര്യം ചെയ്യൂ, KSEB ഓഫീസിൽ വിളിച്ച് പറയൂ, ഈ പണം എത്രയാണെന്ന് പറയൂ, നമ്മൾ അടയ്ക്കാം. പക്ഷേ അതേസമയം അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവർ ഈ സ്കീമിൻ്റെ പുറത്തായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അവരെ സ്കീമിൻ്റെ അകത്താക്കേണ്ട ജോലി KSEB ഏറ്റെടുക്കണമെന്ന് നമ്മൾ പറയുന്നുവെന്നും അവരോട് പറയുക.
എന്തായാലും ഗൂഗിൾ പേ വേണുപോലെ അറിയിച്ചാൽ മതി, നമുക്ക് ഇവിടെ നിന്ന് പണം അയച്ചു തരാം. ആ അമ്മയ്ക്ക് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് കൊടുക്കുക. KSEB അധികാരികൾ പെട്ടെന്ന് ഈ കാര്യത്തിൽ നിന്ന് ഇടപെടും. ഒരു അമ്മ ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് നിങ്ങൾ അറിയുക. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ആദിവാസി മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച ഗോത്രസാരഥി പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. അധ്യയന വർഷം ആരംഭിച്ച് ഇതുവരെയും പദ്ധതിയുടെ ഭാഗമായ ഡ്രൈവർമാർക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് പണം കൈമാറിയിട്ടില്ല. പദ്ധതി നിലച്ചാൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമാണ് മുടങ്ങിപ്പോവുക. ഗോത്രസാരഥി അഥവാ വിദ്യാവാഹിനി, ആദിവാസി ഉന്നതികളിൽ നിന്ന് കാടും മേടും കടന്നെത്താൻ പ്രയാസമുള്ള കുട്ടികളെ വിദ്യാലയത്തിലെത്തിക്കാൻ ആരംഭിച്ച പദ്ധതി. കോവിഡാനന്തരം തുടങ്ങിയ പദ്ധതിയിൽ ഒരു ജില്ലയിൽ നിന്ന് 2000-നടുത്ത് കുട്ടികൾ ഇതിൻ്റെ ഗുണം നേടുന്നുണ്ട്. എന്നാൽ ഇവരെ എത്തിക്കുന്ന സാരഥിയുടെ ഗതി നേരെ തിരിച്ചാണ്. ഈ അധ്യയന വർഷത്തിൽ ഇതുവരെ സാരഥികൾക്ക് പണം കൈമാറിയിട്ടില്ല. മാസാമാസം സ്കൂളുകളിൽ നിന്ന് ബില്ലുകൾ പോകുന്നുണ്ട് എങ്കിലും സാങ്കേതിക പ്രശ്നം എന്നാണ് ട്രൈബൽ വകുപ്പിന്റെ മറുപടി. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഇത് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഫണ്ട് വരേണ്ടത്, അക്കൗണ്ടിലേക്കാണ് ഫണ്ട് വരേണ്ടത്. ഒരു 4 മാസമായിട്ട് നമുക്കത് കിട്ടിയിട്ടില്ല. ട്രൈബൽ ഓഫീസിൽ നിന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞാൽ ഒരു ഫണ്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഫണ്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പല സ്ഥലത്ത് നിങ്ങൾ കടമെടുത്തിട്ടും പലിശയ്ക്ക് എടുത്തിട്ടൊക്കെയാണ് ചെയ്യണം. അതിൻ്റെ തിരിച്ചു കൊടുക്കാൻ പോലും പറ്റാതെ ഇപ്പോൾ കുടിശ്ശയായി. പിന്നെ എല്ലാ വണ്ടിക്കും ഫൈനാൻസ് ഉണ്ട്, CC ഇട്ടിട്ടാണ് ഓടുന്നത്. അപ്പോൾ 3 മാസം പെൻഡിങ് ആയി, 2 മാസമായിട്ടൊക്കെ പെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ കടങ്ങളായാലും കൊടുക്കാനും പറ്റുള്ളൂ, വണ്ടിയുടെ മെയിൻ്റനൻസ് നടക്കത്തുള്ളൂ. ഇടുക്കി ജില്ലയിൽ മാത്രം 25-ലേറെ വാഹനങ്ങളാണ് ഗോത്രസാരഥിക്കായി ഓടുന്നത്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ജീപ്പുള്ളവരെ മുൻഗണനയോടെ പരിഗണിച്ച് അവർക്കും വരുമാന മാർഗം എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ കിട്ടാക്കടം ഈ വർഷം മാത്രം ഒരാൾക്ക് 1.5 ലക്ഷത്തിനടുത്താണ്. കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക തീർക്കാൻ മാത്രമേ പണം തികഞ്ഞിട്ടുള്ളൂ എന്ന് ട്രൈബൽ വകുപ്പും. കാടും മലയും കടന്നു പോകുന്ന ബുദ്ധിമുട്ടും വാഹനത്തിന്റെ അറ്റകുറ്റപ്പണിയുമായതോടെ ജീപ്പ് ഉടമകളുടെ ഉപജീവന മാർഗവും പ്രതിസന്ധിയിലാണ്. കുട്ടികളുടെ പഠനം എന്ന് കരുതി നാളിതുവരെ ഇവർ സഹകരിച്ചു. പക്ഷേ നിത്യവൃത്തിക്ക് ഗതിയില്ലാത്ത അവസ്ഥയിൽ പദ്ധതി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് നിലവിൽ. പണം കിട്ടാതെ പദ്ധതിയിൽ നിന്ന് ഇവർ കൂടി പിന്മാറിയാൽ നിലയ്ക്കുന്നത് 10,000-കണക്കിന് കുട്ടികളുടെ പഠനം എന്ന സ്വപ്നമാണ്. ആദിവാസി മേഖലയിലുള്ളവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും അതേ മേഖലയിലുള്ളവരുടെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയും നിലവിൽ വകുപ്പ് തലത്തിൽ കൊണ്ടുപോകുന്ന പദ്ധതി കൂടിയാണ് ഗോത്രസാരഥി പദ്ധതി. പക്ഷേ ഉന്നതിയിലുള്ളവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തുരങ്കം വയ്ക്കുന്നത് സത്യത്തിൽ അതേ വകുപ്പാണ്. ഫണ്ട് കൈമാറിയിട്ട് മാസങ്ങൾ 4 കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ പാതി വഴിയിൽ നിലയ്ക്കാനൊരുങ്ങുകയാണോ ഗോത്രസാരഥി പദ്ധതി? ക്യാമറമാൻ നിഖിൽ നിലക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. താങ്ക് യു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 ആഴ്ചത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു കോടതി. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് പ്രതികരിച്ചത്. റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂ എയറുണ്ടായി. തിരുവനന്തപുരത്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് രാവിലെ 10:30-ഓടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതിയിലെത്തി. അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായിട്ടായിരുന്നു കോടതി നടപടികൾ. ഇത് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു. 14 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടത്. തന്നെ കുടുക്കിയതെന്നായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. ആരാണ് കുടുക്കിയത്? കോടതിയിൽ നിന്ന് പുറത്തിറക്കി വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഷൂ എയറുണ്ടായി. BJP അയിരൂർ മണ്ഡലം പ്രസിഡന്റ് സിനു S പണിക്കറാണ് ചെരുപ്പെറിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. ഇനി ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സ്വർണ്ണപ്പാളികളും കട്ടിളപ്പാളികളും കാണാതായ 2 കേസുകളിൽ 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 24 തിരുവനന്തപുരം, പത്തനംതിട്ട. ഇന്നിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വാർത്തകളെല്ലാം കൂടെ കണ്ട് നമ്മുടെ പ്രിയങ്കരനായ അവതാരകൻ സനൽ പോറ്റി എനിക്ക് വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേരിൻ്റെ കൂടെ ഇനി മുതൽ സനൽ പോറ്റി ബ്രാക്കറ്റിൽ ഒറിജിനൽ എന്നുകൂടി എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുതിക്കോട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ ഗൂഢാലോചന എന്ന റിമാൻഡ് റിപ്പോർട്ട്. പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തത് 2 കിലോ സ്വർണ്ണമാണ്. പാളികളിൽ പൂശാൻ സ്പോൺസർ നൽകിയ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തട്ടിയെടുത്ത സ്വർണം പലർക്കായി വീതിച്ചെന്നും ദേവസ്വം ഉദ്യോഗസ്ഥർ പങ്കുപറ്റിയെന്നുമാണ് പ്രതിയുടെ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്.
ശബരിമലയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചനയിലൂടെ നടത്തിയ സ്വർണ്ണക്കൊള്ളയെന്നാണ് SIT കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന്റെ കട്ടളപ്പടിയിലുമുള്ള 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു. വ്യാജരേഖകൾ ചമച്ചും വിശ്വാസവഞ്ചന കാണിച്ചുമായിരുന്നു തട്ടിപ്പ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവരുടെ അറിവോടുകൂടിയാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. ഇത് മറച്ചുവയ്ക്കാൻ 394.900 ഗ്രാം സ്വർണം പൂശി ഇവ തിരികെ സന്നിധാനത്ത് എത്തിച്ച് കബളിപ്പിച്ചു. പകരം സ്വർണം പൂശാൻ സ്പോൺസർമാരിൽ നിന്നും സ്വർണം ശേഖരിച്ച് അതും തട്ടിയെടുത്തു. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ച് ആചാരലംഘനം നടത്തിയെന്നും പറയുന്നു. കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും റിമാൻഡ് റിപ്പോർട്ടിൽ ലക്ഷ്യമിടുന്നുണ്ട്. 2 മുതൽ 10 വരെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രേഖകൾ തിരുത്തിയും വ്യാജരേഖകൾ ചമച്ചും ഒത്താശ ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്തു ചെയ്തുവെന്ന് പരാമർശമില്ല. കൂട്ടുത്തരവാദികളുടെ പങ്കിനെപ്പറ്റി വിശദമായി അന്വേഷിക്കണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന കാര്യം. പ്രതികളുടെ പ്രവർത്തികൾ സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയെന്നും കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മുരാരി ബാബുവിന്റെ രാജി NSS എഴുതി വാങ്ങി. വിവാദ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. തുലാമാസ പൂജകൾക്കായി നട തുറന്നതിന് ശേഷമാണ് 2 ദ്വാരപാലക ശില്പങ്ങളിലായി 14 സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചത്. ചെന്നൈയിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്ക് ശേഷം എത്തിച്ച സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം പാലിച്ചാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചത്. തുലാമാസ പൂജകൾക്കായി നട തുറന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചത്. കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അധികൃതരും തന്ത്രി ഉൾപ്പെടെയുള്ളവരും സന്നിധാനത്തുണ്ടായിരുന്നു. 100 കണക്കിന് ഭക്തരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. സെപ്റ്റംബർ 20 ചെന്നൈയിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സന്നിധാനത്തെത്തിച്ച സ്വർണ്ണപ്പാളികൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. തുലാമാസ പൂജയുടെ അവസാന ദിവസമായ 22 രാഷ്ട്രപതി ദ്രൗപദി മുർമു ദർശനം നടത്തും. രാഷ്ട്രപതിക്കൊപ്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറും ഭാര്യയും ശബരിമല സന്ദർശിക്കും. നാളെയാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ്. 24 സന്നിധാനം. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചത് നടപടികൾ പാലിച്ചെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. കോടതിയെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ തൂക്കം വർദ്ധിച്ചെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ ദ്വാരപാലക ശില്പങ്ങൾ കൃത്യമായ നടപടിക്രമങ്ങൾ, തിരുവാഭരണ കമ്മീഷന്റെ നേതൃത്വത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണോ മാനുവൽ പ്രൊസീജിയർ, ആ മാനുവൽ പ്രൊസീജിയർ അനുസരിച്ച് സുശക്തമായ സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുകയും പ്ലേറ്റ് ചെയ്ത് തിരിച്ചുകൊണ്ട് ഇവിടെ വന്ന് സ്ഥാപിക്കുവാനുള്ള അനുമതിയും കിട്ടി. സ്വർണത്തിൻ്റെ അളവ് 9.702 ഗ്രാം കണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. വിവാദങ്ങൾക്കിടയിലും സന്നിധാനത്ത് ഇന്ന് അനുഭവപ്പെട്ടത് വൻ തീർത്ഥാടക തിരക്ക്. ഇന്ന് മാത്രം ദർശനത്തിന് ബുക്ക് ചെയ്തത് 40,000 പേരായിരുന്നു. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ്. ഇപ്പോഴും സന്നിധാനത്ത് എങ്ങനെയാണ് അവസ്ഥ? തിരക്കൊക്കെ ഒഴിഞ്ഞു കാണും എന്ന് കരുതുന്നു. SKN, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങളാണ് ആ ചടങ്ങിനുണ്ടായിരുന്നത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിച്ചത്. ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശബരിമല തീർത്ഥാടന കാലത്തെയോ ബാധിക്കുമെന്ന ഒരു ആശങ്ക ദേവസ്വം ബോർഡിനുണ്ടായിരുന്നു. പക്ഷേ വലിയ തിരക്ക്, മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഈ നട തുറന്ന ആദ്യ ദിവസം, അതായത് ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ശബരിമല നട തുറന്നത്. 40,000 തീർത്ഥാടകരാണ് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനോടകം 20,000 തീർത്ഥാടകർ ദർശനം നടത്തി കഴിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ ദൃശ്യങ്ങളിൽ ആ തിരക്ക് വ്യക്തമാണ്. കാരണം ഈ സമയത്ത് കഴിഞ്ഞ ഈ മാസപൂജകൾക്കൊക്കെ തന്നെ ശബരിമല നട തുറക്കുന്ന ഘട്ടത്തിൽ ഇത്രത്തോളം ഒരു തീർത്ഥാടന തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ വലിയ തിരക്കാണ് ശബരിമല
ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഈ തീർത്ഥാടകരുടെ നീണ്ട നിര ഈ സന്നിധാനത്തുടനീളം നമുക്ക് കാണാൻ കഴിയും. മാസപൂജകൾക്കായി നട തുറന്ന് 22-ാം തീയതി വരെയായിരുന്നു സാധാരണഗതിയിൽ ശബരിമല നട തുറന്ന് പ്രവർത്തിക്കുക. പക്ഷേ 22-ാം തീയതി രാഷ്ട്രപതി വരുന്നത് കൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം തീയതി തീർത്ഥാടകരെ ആരെയും ശബരിമലയിലേക്ക് കയറ്റിവിടില്ല. 21-ാം തീയതിയും ഭാഗികമായ നിയന്ത്രണമുണ്ട്. അതുകൊണ്ടാണ് അതിനു മുന്നോടിയായുള്ള ദിവസങ്ങളിൽ വലിയ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. നാളെ 50,000 തീർത്ഥാടകർ ഈ വെർച്വൽ ക്യൂ വഴി മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ തീർത്ഥാടകർ നാളെയും ശബരിമലയിൽ എത്തുമെന്നതാണ് ദേവസ്വം ബോർഡും പോലീസും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, MG പ്രതീക്ഷയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ശ്രീനന്ദ സുധി പറയുന്നു, തൃശ്ശൂരിൽ നല്ല മഴയാണ്, കനത്ത മഴയുണ്ട്, അതുകൊണ്ട് നാളെ അവധി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ഒരു സ്ഥലത്തും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടുന്നതായി കുട്ടിയുടെ കുടുംബം. കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ പൈസ ചെലവാക്കേണ്ടി വന്നു. സർക്കാർ സഹായം ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ ഒരു പൈസയും കിട്ടിയില്ല. ആശുപത്രി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായില്ലെന്നും കുട്ടിയുടെ കുടുംബം 24-നോട്. ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പണിക്കും പോകാൻ പറ്റാണ്ട്, ആൾക്കും പണിക്കും പോകാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ കാശും ഇല്ല. കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന 10, 30, 50 രൂപയോളം ഇതിന് തന്നെ ആയി. കാരണം ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 18 ദിവസമായി. 18 ദിവസം പറഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ. കാരണം ഇവിടെ നമുക്ക് വാങ്ങുകയാണെങ്കിൽ എല്ലാം പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങാം. പിന്നെ എന്താ, ഇൻഷുറൻസിൽ കിട്ടും, പക്ഷെ അത് പകുതിയേ കിട്ടുകയുള്ളൂ. നമുക്ക് ചില മരുന്ന് കിട്ടില്ല, ചില മരുന്ന് കിട്ടും. അപ്പം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. ഗുഡ് ഈവനിങ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പിഴവ് മൂലം ഈ കുഞ്ഞിന് കൈ മുറിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ 2 ഡോക്ടർമാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സർവീസിൽ നിന്ന്. ആ സാഹചര്യം ഒക്കെ അവിടെ നിൽക്കുന്നു. കഴിഞ്ഞ 18 ദിവസമായി ഈ കുട്ടിയും കുടുംബവും ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവർ പറയുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. അവരൊക്കെ തികച്ചും സാധാരണമായിട്ടുള്ള ജോലി ചെയ്തു പോരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് ആ കുടുംബം നമ്മോട് പറയുന്നത്. അവർക്ക് ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ വലിയ ഉറപ്പുകൾ കൊടുത്തിരുന്നു. ആ കുട്ടിയുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ, തുടർ കാര്യങ്ങൾ, ഇതെല്ലാം ഉറപ്പുവരുത്തുമെന്നുള്ളത്. ഇതുവരെ ഏതാണ്ട് 50,000-ൽ പരം രൂപ ചിലവായി. അതായത് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയെങ്കിലും പലവിധ കാര്യങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 50,000-ൽ പരം രൂപ ഇതിനോടൊപ്പം തന്നെ ചിലവായി. പണിക്ക് പോകാൻ പറ്റുന്നില്ല, ഇവിടെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടുകയാണ് എന്നാണ് ഈ കുട്ടിയുടെ അമ്മ പ്രസീത നമ്മളോട് പറയുന്നത്. ആരോഗ്യവകുപ്പ് അവർക്കൊപ്പം ഉണ്ടാകും, സർക്കാർ ഒപ്പം ഉണ്ടാകും, സഹായങ്ങൾ നൽകുമെന്നുള്ള വാക്കൊക്കെ നൽകിയിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള സഹായവും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ, തങ്ങളുടെ കുഞ്ഞിന്റെ കൈ എന്തായാലും പോയി. അപ്പോൾ ഇനിയിപ്പോൾ ആ കുട്ടിക്ക് മതിയായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ജീവിതം, ശുഭകരമായിട്ടുള്ള ഒരു ജീവിതം ഉറപ്പാക്കാനേ കഴിയൂ. അതിന് സാമ്പത്തികമായിട്ടുള്ള സഹായമാണ് ലഭിക്കേണ്ടത്. അതും പക്ഷേ ഇതുവരെ ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പരാതി, വിമർശനവുമാണ് ആ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. താങ്ക് യു നിഖിൽ പ്രമേഷ്. എന്തായാലും വീട്ടുകാരെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ആകെ തന്നെ അവർക്ക് ടെൻഷനാണ്. അതിലൂടെ സാമ്പത്തിക പ്രശ്നം കൂടി വന്നാൽ വല്ലാത്ത ദുസ്സഹമായ അവസ്ഥയാകും. നിഷാദ് പറയുന്നു, പ്രിയപ്പെട്ട ന്യൂസ് 24 ടീം 6 കൊല്ലമായി നിങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ മൗനത്തിലാണ്. അപ്പോൾ താങ്കൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാലേ നമുക്ക് മൗനം ഭേദിച്ച് പുറത്തു വരാൻ പറ്റൂ. അപ്പോൾ അറിയില്ല. ഇപ്പോൾ ഒരു വാർത്ത ഷഹദ് റഹ്മാൻ അറിയിക്കുന്നു, വളയത്ത് ഇടിമിന്നലിൽ വീടിന് നാശനഷ്ടമുണ്ടായി. വളയം വരയാലിൽ കുന്താണിമ്മൽ ഗോവിന്ദൻ്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. ഇന്ന് രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ശക്തമായ ഇടിമിന്നലിൽ വീടിൻ്റെ വയറിംഗ് കത്തി നശിക്കുകയും വീടിൻ്റെ ചുമരിനും ബീമുകൾക്കും കേടുപാടുകളുണ്ടായി. വീട്ടുകാർക്ക് ഭാഗ്യം അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ ഗൂഢാലോചനയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തത് 2 കിലോ സ്വർണം. പാളികളിൽ പൂശാൻ സ്പോൺസർ നൽകിയ സ്വർണവും കവർന്നു. പ്രതി ആചാരലംഘനം നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട്. തട്ടിയെടുത്ത സ്വർണം പലർക്കായി വീതിച്ചു കൊടുത്തെന്നും ദേവസ്വം ഉദ്യോഗസ്ഥർ പങ്കുപറ്റിയെന്നും പ്രതിയുടെ മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ വിട്ട കോടതി ഈ മാസം 30-ാം തീയതി വരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാം. അതൊക്കെ അവര് കണ്ടെത്തും. തന്നെ കുടുക്കിയതാരാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞില്ല. പക്ഷേ കുടുക്കിയതാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. കോടതി പരിസരത്ത് പ്രതിക്ക് നേരെ BJP പ്രവർത്തകന്റെ ചെരിപ്പേറ്. 2019 ക്രമക്കേട് നടന്നെന്ന് സംബന്ധിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ.
ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. ചടങ്ങുകൾ തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതിന് പിന്നാലെയായിരുന്നു അത്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെയാണ്. ബുധനാഴ്ച ദർശനത്തിനെത്തുന്ന രാഷ്ട്രപതിയെ ഗവർണറും അനുഗമിക്കും. ഹിജാബ് വിവാദത്തിൽ എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന് തിരിച്ചടി. ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDE ഉത്തരവ് സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സ്കൂളിന്റെ ആവശ്യം കോടതി തള്ളിക്കളഞ്ഞു. വിവാദങ്ങൾക്ക് പിന്നാലെ സ്കൂൾ ഉപേക്ഷിക്കാൻ വിദ്യാർത്ഥിനി. കുട്ടിയെ മറ്റു സ്കൂളിൽ ചേർക്കുമെന്ന് പിതാവ്. മാനേജ്മെന്റിനെതിരെ വിമർശനം തുടർന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടി. കൊട്ടാരക്കര മരുതിമലയിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് ചാടി വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യാ ശ്രമം. അടൂർ പെങ്ങനാട് സ്വദേശി മീനുവിന് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശിവർണയുടെ നില ഗുരുതരമായി തുടരുന്നു. ഇരുവരും അടൂർ തൃച്ചേന്തമംഗലം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നടുക്കുന്ന പീഡനം. IT ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു. വാതിൽ തള്ളി തുറന്ന പ്രതി അകത്ത് കയറിയത് ഇന്ന് പുലർച്ചെ. അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന യുവതി അന്വേഷണം ആരംഭിച്ച് കഴക്കൂട്ടം പോലീസ്. KPCCയുടെ നേതൃപദവി നിഷേധിച്ചതിൽ ചാണ്ടി ഉമ്മൻ MLAയ്ക്ക് കടുത്ത അതൃപ്തി. UDF കൺവീനർ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ സ്വീകരണ പരിപാടി ബഹിഷ്കരിച്ചു. വിവാദമായതോടെ പാർട്ടി തീരുമാനത്തിനൊപ്പമെന്ന വിശദീകരണവുമായി ചാണ്ടി ഉമ്മൻ. അനുയായികളെ പരിഗണിക്കാത്തതിൽ K മുരളീധരനും K സുധാകരനും അതൃപ്തി. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി VD സതീശൻ. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രികാ സമർപ്പണം പൂർത്തിയായിട്ടും അന്തിമ ധാരണയിലെത്താൻ കഴിയാതെ മഹാസഖ്യം. ചർച്ചകൾ തുടരുന്നതായി RJDയും കോൺഗ്രസും. നിതീഷ് കുമാറുമായി ചർച്ച നടത്തി അമിത്ഷാ. ബീഹാറിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ എന്ന JDU. ഗുജറാത്തിൽ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരുടെ മരണത്തിൽ പ്രതിരോധത്തിലായി ആരോഗ്യവകുപ്പ്. പരിശോധനാ റിപ്പോർട്ടുകളിൽ ഡോക്ടേഴ്സ് വ്യക്തത വരുത്തണമെന്ന് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. കുട്ടി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമല്ലെന്ന പോസ്റ്റ്മോർട്ടം നടപടിക്ക് പിന്നാലെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം. താമരശ്ശേരി DYSPക്ക് പരാതി കൊടുത്തു. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ദുൽഖർ സൽമാന് ആശ്വാസം. കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം ഉപാധികളോടെ വിട്ടുകൊടുക്കും. ഡിഫൻഡർ കൈമാറുന്ന ബാങ്ക് ഗ്യാരണ്ടിയുടെ കേരളത്തിന് പുറത്തു കൊണ്ടുപോകരുതെന്ന നിർദ്ദേശം. കസ്റ്റംസ് നടപടി ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ. പാലിയേക്കരയിലെ ടോൾ വിലക്ക് നീക്കി ഹൈക്കോടതി. ഉപാധികളോടെ ടോൾ പിരിക്കാൻ അനുമതി നൽകുന്നത് 71 ദിവസങ്ങൾക്ക് ശേഷം. പഴയ നിരക്ക് തുടരണമെന്ന് കോടതി. ടോൾ ബൂത്തിന് സുരക്ഷ കൂട്ടി പോലീസ്. കൊച്ചിയിൽ 25 കോടി രൂപ കവർന്ന സൈബർ തട്ടിപ്പിന് പിന്നിൽ വൻ മാഫിയ. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറിയ 3 കോഴിക്കോട് സ്വദേശികൾ പിടിയിലായി. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തത് 40 മൊബൈൽ ഫോണുകളും 200 സിം കാർഡുകളും. മട്ടാഞ്ചേരിയിൽ വെർച്വൽ അറസ്റ്റിലൂടെ 88 ലക്ഷം രൂപ തട്ടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പ്രതികളെ പിടികൂടിയത് ഡൽഹിയിൽ നിന്ന്. കോട്ടയത്ത് വെർച്വൽ അറസ്റ്റിലൂടെ വൃദ്ധ ദമ്പതികളുടെ 50 ലക്ഷം രൂപ തട്ടാനുള്ള ശ്രമം പോലീസ് പൊളിച്ചു. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദ സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരും. മലയോര മേഖലകളിൽ മഴ കനക്കും. ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. സെൻസർ ബോർഡിന്റെ കടും വെട്ടിനെതിരായി ഹാൽ സിനിമാ നിർമ്മാതാക്കളുടെ ഹർജിയിൽ ഇടപെട്ട് ഹൈക്കോടതി. സിനിമ കാണാമെന്ന് കോടതിയുടെ ഉറപ്പ്. ചിത്രത്തിൻ്റേത് മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കമെന്ന് അണിയറ പ്രവർത്തകർ. കേസിൽ കത്തോലിക്ക കോൺഗ്രസിനെ കക്ഷി ചേരാൻ കോടതി അനുവദിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ ലീഡ് വഴങ്ങി കേരളം. 239 റൺസ് പിന്തുടർന്ന കേരളം 219 പുറത്തായി. സഞ്ജു സാംസണ് അർദ്ധ സെഞ്ചുറി. ഇതും മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഇന്ന് സംപ്രേഷണം ചെയ്തൊരു വാർത്തയുടെ ഇമ്പാക്ട് ന്യൂസാണ് ഇനി വരാൻ പോകുന്നത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ലഹരി താവളത്തെക്കുറിച്ചുള്ള 24 വാർത്തയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ കമ്മീഷന്റെ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് നിർദ്ദേശം കൊടുത്തു. നവംബർ 25-ന് ചേരുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ നിഖിൽ. ഗുഡ് ഈവനിങ്.
ഈവനിങ് അഗൈൻ. കോഴിക്കോട് ബീച്ച് ആശുപത്രി എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തിച്ചേരുന്ന, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഒരു കേന്ദ്രമാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ENT ബ്ലോക്കിന്റെ പുറകിലാണ് ഇത്തരത്തിൽ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിക്കുന്നവർ അത് കുത്തിവെച്ച ശേഷം അതിന്റെ ചോരപ്പാടുകൾ അവിടെ തേച്ചു പോകുന്ന ഒരു പതിവ്. അതും ഒരു ലഹരിയാണ് ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക്. ഇതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് ഷോയിൽ റിപ്പോർട്ട് നൽകിയിരുന്നത്. ഇതിനു പിന്നാലെയാണ് ആ കാര്യത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇക്കാര്യം സ്വമേധയാ അന്വേഷിക്കാൻ, അത് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന 25-ന് ചേരുന്ന സിറ്റിംഗിൽ ഈ വിഷയം പരിഗണിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം നമ്മളെ ഈ വാർത്ത അറിയിക്കുന്നത് അവിടെ സ്ഥിരമായി വന്നു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള രോഗികളാണ്. ഈ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കും അവിടുത്തെ ജീവനക്കാർക്കും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് ഈ ലഹരിക്കാരുടെ ഇടപെടൽ ഉണ്ടാക്കുന്നത്. കാരണം അവർ ഈ രാത്രിയിലൊക്കെ അതിക്രമിച്ച് ഈ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് കടക്കുന്നു, അവിടെ വെച്ച് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു. ഇത് ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരോട് കയർക്കുന്നു, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളോട് നമുക്ക് പറഞ്ഞു നിൽക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ച് ഇത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്. ഇവർ ഈ ലാബിലൊക്കെ കയറി സിറിഞ്ച് അടക്കം എടുത്തു പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലുമായി മുന്നോട്ട് വരുന്നത്. ഇക്കാര്യം ഗൗരവത്തിൽ പരിഗണിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അവർ നൽകിയിട്ടുള്ളത്. ഇതിലൊരു തുടർ നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പുകൂടി മനുഷ്യാവകാശ കമ്മീഷൻ നൽകുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. കോഴിക്കോട് താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണ കാരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ച കുടുംബം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കുട്ടിയുടെ കുടുംബം പരാതി കൊടുത്തു. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. ഓഗസ്റ്റ് 14-ന് പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനയയെ വൈകിട്ട് 3 മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിച്ചു. കൃത്യമായി ചികിത്സ ലഭിക്കാത്തതുകൊണ്ടാണ് കുട്ടിയുടെ മരണമെന്നായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. മൈക്രോബയോളജി വിഭാഗം നടത്തിയ പരിശോധനയിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇത് കുടുംബത്തെ അറിയിച്ചു. എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരമല്ല മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇൻഫ്ലുവൻസ എ അണുബാധ കാരണമുള്ള വൈറൽ ന്യൂമോണിയയാണ് മരണകാരണം. ഇതോടെ ഉന്നയിച്ച ആരോപണം ശരിയെന്ന് കുടുംബം. ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള താമരശ്ശേരി ആശുപത്രിയുടെ ചികിത്സക്കുറവും അവർ കുട്ടിയെ ശ്രദ്ധിക്കാത്തതും കൊണ്ടാണ് കുട്ടിക്ക് ഡെത്ത് സംഭവിച്ചതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അതിപ്പോൾ അവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടിയുടെ ഡെത്ത് ഇങ്ങനെ അവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് കുട്ടിയുടെ എത്തായതെന്നുള്ളത്. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ വിശദീകരണം. ന്യൂമോണിയയുടെ ലക്ഷണമുണ്ടായിരുന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വരമല്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന മൈക്രോബയോളജി റിപ്പോർട്ടും നിലവിലുണ്ട്. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് മെഡിക്കൽ കോളേജും മെഡിക്കൽ ബോർഡുമാണെന്ന് സൂപ്രണ്ട്. 2 ഡയഗ്നോസ് ഫോറൻസിക് എന്നുള്ളതും മറ്റതും മെഡിക്കൽ കോളേജിൽ തന്നെ റിപ്പോർട്ടിൽ ഇതാണ്. അത് അവരാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത്. മെഡിക്കൽ ബോർഡ് കൂട്ടിയിട്ട് അവർ ക്ലാരിഫൈ ചെയ്തേ. എനിക്കതിലൊന്നും പറയാനില്ല. കുട്ടിക്ക് കൃത്യമായി ചികിത്സ നൽകിയിട്ടുണ്ടെന്നും മരണത്തിലെ അവ്യക്തത നീക്കാൻ ഡോക്ടേഴ്സിനോട് ആവശ്യപ്പെടുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുഞ്ഞിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ടീം തന്നെ, ഡോക്ടേഴ്സ് തന്നെ അതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാനായിട്ട് പറയാം. വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ ആ രീതിയിൽ അവർ അത് പറയും. അതിൽ ആ രീതിയിൽ നമുക്ക് വ്യക്തത വരുത്താം. ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ചായിരുന്നു കുട്ടിയുടെ പിതാവ് സനൂപ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ചത്. നടപടി ആവശ്യപ്പെട്ട് താലൂക്ക് ആശുപത്രിയിൽ KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. 24 കോഴിക്കോട്. കമന്റ് ബോക്സിൽ സജി ചോദിക്കുന്നു, കിസ്കേൻ്റെ അടുത്ത ലഹരിക്കെതിരെയുള്ള യാത്രയിൽ എന്നെ കൂടി കൂട്ടുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും നമ്മൾ 10 ലക്ഷം പേരടങ്ങുന്ന വലിയൊരു പട്ടാളത്തെ 10 ലക്ഷത്തിൻ്റെ പട്ടാളത്തെയാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളി ജനസമൂഹത്തിൽ നിന്ന് 10 ലക്ഷം പേർ അടങ്ങുന്ന ഒരു പട്ടാളം തീർക്കുന്ന പരിചയിലൂടെയായിരിക്കും നമ്മളൊരു പക്ഷേ ഈ SKN40 രണ്ടാം ഘട്ടം തുടരാൻ പോകുന്നത്. ജ്യോതിർഗമയിൽ അണിചേരാൻ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ വിശദീകരണം 24 സംപ്രേഷണം ചെയ്യും. ഫ്ലവേഴ്സിലും നമ്മുടെ ഡിജിറ്റൽ നെറ്റ്വർക്കിലും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ ലഭിക്കും. ഒരു കാര്യമേ ഉള്ളൂ, ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഒരു സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോ വിചാരിച്ചാലോ ഒരു മാധ്യമം വിചാരിച്ചാലോ തീർക്കാവുന്നതല്ല ഈ പ്രശ്നമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വ്യാപകമായ ജനങ്ങളുടെ ഇടപെടൽ കൂടി ഉണ്ടാക്കി ഇതിലൊരു വ്യാപകമായ പ്രചാരണത്തിന് നമ്മൾ ഒരുങ്ങുന്നത്. ഈ ബോധവൽക്കരണ യജ്ഞത്തിൽ നിങ്ങളും അണിചേരുക. മറ്റൊരു വാർത്തയിലേക്ക്. വനം വകുപ്പിൻ്റെ ഇടപെടലിൽ കുടുങ്ങി നികുതി അടയ്ക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വയനാട് ഇരിളം അങ്ങാടിശ്ശേരിയിലെ നിരവധി കുടുംബങ്ങൾ. സർക്കാർ പട്ടയം നൽകിയ ഭൂമി സ്വകാര്യ വനമെന്നാണ് വനം വകുപ്പ് വാദിക്കുന്നത്. ഇടവിട്ടുള്ള
വീടുകൾക്കും സ്ഥലത്തിനുമാണ് നികുതി അടയ്ക്കാൻ കഴിയാതെ പോകുന്നത്. വനംവകുപ്പിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കർഷക സംഘം. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. അങ്ങാടിശ്ശേരി സ്വദേശികളായ 34 കുടുംബങ്ങൾക്കാണ് 1982 പട്ടയം നൽകിയത്. എന്നാൽ 2005 ഭൂമി സ്വകാര്യ വനമെന്ന നിലപാടുമായി വനംവകുപ്പ് രംഗത്ത് വന്നു. നിയമ നടപടിയെ തുടർന്ന് 9 കുടുംബങ്ങളൊഴികെ ബാക്കിയുള്ളവരിൽ നിന്നെല്ലാം നികുതി സ്വീകരിച്ചു തുടങ്ങി. നിലവിൽ ഇടവിട്ട് വീടും സ്ഥലവുമുള്ള 9 കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോഴും നികുതി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിന് പിന്നിൽ വനംവകുപ്പിന്റെ ഇടപെടലാണെന്നാണ് പരാതി. ഞങ്ങൾക്ക് അർഹതപ്പെട്ട അനധികൃതമായിട്ട് പട്ടയം സമ്പാദിച്ചു എന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ 10 പേരുടെ പേരിൽ കേസ് വന്നു. കേസിന് ഹാജരാകാത്ത ആൾ വരുമ്പോൾ തേർഡ് പാർട്ടി വിധിയായിട്ട് ഞങ്ങൾക്ക് ഇത് അനുവദിച്ചുകൂടെ, ഈ പുനഃപരിശോധന പൂർത്തിയാക്കി കൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങളാണോ നമ്മളെ പണി പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ അവർ അത് ക്ലോസ് ചെയ്തു. നടന്നും എടുത്തു. രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയി ഞങ്ങളുടെ സങ്കടം പറയാത്ത രാഷ്ട്രീയക്കാരില്ല. പക്ഷേ അവരൊന്നും നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഭൂവുടമകളുടെ പരാതിയിൽ വനംവകുപ്പ് സർവേ തുടങ്ങിയെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വനത്തിന്റെ സ്വഭാവമുള്ള ഭൂമിയല്ല ഇതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും. ഇവിടുന്ന് തൊട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് 3-4 വീട്ടുകാർക്ക് നീതിയുണ്ട്, 5ാമത്തെ ഒരു വീട്ടുകാരന് നീതിയില്ല. അവിടുന്ന് 6ാമത് 7ാമത് വീട്ടുകാരന് നീതിയുണ്ട്, 8ാമത്തെ വീട്ടുകാരന് നീതിയില്ല. ഇതെന്ത് ന്യായമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഭൂമി നികുതി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിൽ എല്ലാവർക്കും തുല്യമല്ലേ? ഒരു ലോൺ എടുക്കാൻ പറ്റുന്നില്ല, നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല, ഒരു മരം വെട്ടാൻ പറ്റുന്നില്ല. ഈ ഭൂമിയിൽ പെര വെക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പെര പോലും ഞങ്ങൾക്ക് പണിയാൻ പറ്റുന്നില്ല. തൊഴിലുറപ്പ് എടുക്കണമെങ്കിൽ വില്ലേജിൽ ചെന്നിട്ട് ഞങ്ങൾ സമ്മതപത്രം മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് ആ തൊഴിലുറപ്പിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വനംവകുപ്പിന് സംഭവിച്ച പിഴവാണ് ഈ കുടുംബങ്ങളെ ബാധിച്ചിട്ടുള്ളതെന്ന് കർഷക സംഘം നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. വനംവകുപ്പിനെ കൂടി കേട്ട ശേഷം നികുതി സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ഈ സാഹചര്യത്തിൽ വനംവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് കർഷക സംഘത്തിന്റെ ആവശ്യം. സ്വാഭാവികമായിട്ടും ഫോറസ്റ്റുകാർ ഈ കൃഷിക്കാരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കാത്ത പക്ഷം ഞങ്ങൾ ഈ കൃഷിക്കാരെ സംഘടിപ്പിച്ച് സൗത്ത് വയനാട് DFOയുടെ ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല സമരം തുടങ്ങേണ്ടതായിട്ട് വരും എന്നാണ് ഭവ്യതയോടുകൂടി ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികളോട് സൂചിപ്പിക്കാനുള്ളത്. കർഷക സംഘം പ്രതിനിധികൾക്കൊപ്പം വനം മന്ത്രിയെ നേരിൽ കണ്ട് വിഷയം ബോധ്യപ്പെടുത്താനാണ് നിലവിൽ ഭൂവുടമകളുടെ തീരുമാനം. 24 വയനാട്. അപ്പോൾ നേരത്തെ നമുക്കൊരു KSEB വൈദ്യുതി ഡിസ്കണക്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞതല്ലേ, അതിൻ്റെ പണം നമ്മൾ കിട്ടിയിട്ടുണ്ട്. 304 രൂപയായിരുന്നു, അത്രയേ ഉള്ളൂ. അത് അടച്ചിട്ടുണ്ട്. നാളെ രാവിലെ KSEB വൈദ്യുതി പുനഃസ്ഥാപിച്ച് നൽകും. മലപ്പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയോട് KSEB ക്രൂരത കാണിച്ചു എന്നായിരുന്നു വിവരം. ബില്ലടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഫീസ് ഊരിക്കൊണ്ടുപോയി. 85-കാരി 3 മാസമായി ഇരുട്ടിൽ തപ്പുന്നു എന്ന വാർത്ത വന്നപ്പോഴാണ് നമ്മൾ ആ കാര്യത്തിൽ ഇടപെട്ടത്. എന്തായാലും നാളെ രാവിലെ അവർക്ക് വൈദ്യുതി പുനഃസ്ഥാപിച്ച് കിട്ടും. ചക്കിയമ്മയ്ക്ക് ഇനി സന്തോഷ ദിനങ്ങൾ. മാത്രമല്ല അവർ 40 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച് അതിൻ്റെ പരിധിക്ക് പുറത്തുപോയി എന്നുള്ളൊരു കാര്യം KSEB ഇപ്പോൾ പറയുന്നുണ്ട്. KSEBയോട് നമുക്ക് പറയാനുള്ള റിക്വസ്റ്റ്, നിങ്ങൾ അവരെ പരിധിക്കകത്താക്കി അവരുടെ ജീവിതം കുറച്ചുകൂടി സന്തോഷഭരിതമാക്കി ആ ചക്കിയമ്മയെ രക്ഷിക്കുക. ഇനി ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ ഒരു വാർത്തയുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ആ വാർത്ത? നമുക്ക് കൃഷ്ണയോട് തന്നെ ചോദിക്കാം. കൃഷ്ണ, എന്താണ് ആ വാർത്ത? ഗുഡ് ഈവനിങ് SKN. വാർത്തയിലേക്ക് പോകും മുമ്പ് ഞാൻ SKN ഒരു ദൃശ്യം കാണിച്ചു തരാം. അപ്പോൾ SKN പറയണം എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്, അത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്. നമുക്ക് ആ ദൃശ്യത്തിലേക്കൊന്ന് പോയാലോ? കാണിക്കൂ. SKN മനസ്സിലായി എന്തിനാണ് ഈ മനുഷ്യർ ഇങ്ങനെ അക്ഷമരായിട്ട് ക്യൂ നിൽക്കുന്നതെന്ന്? ഒരു പിടിയും കിട്ടിയില്ല. ഇവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മൾ വിചാരിക്കും ഇവരിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഇത് 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ABC ബുള്ളിയൻ സ്റ്റോറിന് മുമ്പിലും അതേപോലെ തന്നെ വിയറ്റ്നാമിലെ സൈഗോൺ ജ്വല്ലേഴ്സ് കമ്പനി എന്ന് പറയുന്ന സർക്കാർ സംവിധാനമായ ജ്വല്ലേഴ്സ് കമ്പനിക്ക് മുന്നിലും നിൽക്കുന്നവരാണ്. നമ്മൾ വിചാരിക്കും അല്ല അരി വാങ്ങിച്ച് കഞ്ഞി വെക്കാനോ ഒക്കെയാണ് ഇവരിങ്ങനെ ക്ഷമയോടുകൂടെ ഇങ്ങനെ നിൽക്കുന്നത്, ക്യൂ നിൽക്കുന്നത്. പക്ഷേ ഇവരെ സ്വർണം വാങ്ങി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുമ്പോൾ സ്വർണ്ണ നിക്ഷേപകർ, സ്വർണ്ണത്തിൽ ഭാഗ്യം അന്വേഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. അതാണ് ഈ ഗോൾഡ് റഷ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ചരിത്ര വിലയായ 97,360 രൂപ എന്ന നിലയിലാണ് പവന്റെ വില വന്നത്. ഗ്രാമിന് 12,170 രൂപ. ഇനി ലക്ഷത്തിലേക്ക് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 2,640 രൂപയുടെ അകലം മാത്രമാണുള്ളത്. നമ്മൾ ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യാന്തര വില ഔൺസിന് $4,375 തൊട്ടപ്പോഴാണ് ഇന്ത്യയിലും വില ഇത്രയും കൂടിയത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറയും എന്നാൽ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഇത് വാങ്ങിക്കാതിരുന്നുകൂടെ. നമ്മുടെ ആൾക്കാർ വാങ്ങിക്കാതിരുന്നത് കൊണ്ട് സ്വർണ്ണത്തിന്റെ വില കുറയില്ല. കാരണം രാജ്യാന്തര സാഹചര്യങ്ങളാണ് സ്വർണ്ണത്തിന്റെ വിലയെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. 18 ക്യാരറ്റിൽ നിന്ന് വില കുറഞ്ഞിട്ടുണ്ട്. 10,000 രൂപ ഗ്രാമിന് കടന്ന ദിവസമാണ്.
ഇനി ഒരു പവൻ്റെ ഒരു വളയോ മാലയോ വല്ലോ വാങ്ങാൻ ഇന്ന് എത്ര രൂപ കൊടുക്കണം? സ്വർണ്ണത്തിന് ഒരു പവന് 97,360 രൂപയെന്ന് പറയുമ്പോഴും 3% GST കൊടുക്കണം. ഒരു 10% പണിക്കൂലി എന്ന് കൂട്ടിയാലും 1,10,10,308 രൂപ കൊടുത്തെങ്കിൽ മാത്രമാണ് ഇന്ന് ജ്വല്ലറിയിൽ പോയവർക്ക് ഒരു പവൻ്റെ ആഭരണം വാങ്ങിക്കാൻ സാധ്യമാകുമായിരുന്നുള്ളൂ. ഇനി നമ്മൾ അന്നും ഇന്നും നോക്കിയാൽ കഴിഞ്ഞ വർഷം 17/10/2024 ഒരു പവന്റെ വില 57,280 രൂപയായിരുന്നു. അത് 17/10/2025 അതായത് ഇന്നായപ്പോഴേക്കും 97,360 രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഒരു പവൻ സ്വർണം വാങ്ങിച്ച് കയ്യിൽ വെച്ച ആളിന് 40,080 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഈ മാസം ഇതുവരെ കൂടിയ തുക നോക്കിക്കഴിഞ്ഞാൽ 10,360 രൂപയാണ് ഒരു പവന്റെ സ്വർണത്തിന് കൂടിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം വാങ്ങിയവർക്ക് ഈ മാസം കൂടുതലായി ലഭിക്കുന്നത് 10,360 രൂപയാണ്, അല്ലെങ്കിൽ ഈ മാസം ആദ്യത്തെ ദിവസം വാങ്ങിയവർക്ക്. ഇതിനെന്തൊക്കെയാണ് കാരണങ്ങൾ? ഞാൻ പറഞ്ഞു, രാജ്യാന്തര കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്നാമത്തേത് നമ്മുടെ ട്രംപിന്റെ വിമോചന ദിന തീരുവ. നമുക്കറിയാം, ഏപ്രിൽ 2-ാം തീയതി വലിയ ബോർഡുമായിട്ടൊക്കെ വന്ന് തീരുവ പ്രഖ്യാപിക്കുന്നു. അത് ലോകത്തെ മുഴുവൻ ഒരു ആശങ്കയിലാക്കുന്നു, നിക്ഷേപകരെ ആശങ്കയിലാക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഡോളറിലോ സമ്പദ് വ്യവസ്ഥയിലോ ഒന്നും ഒരു വിശ്വാസവുമില്ലാതെ എന്നാൽ പിന്നെ സ്വർണ്ണത്തിലേക്ക് പോയേക്കാമെന്ന് കരുതി സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നു. അതാണ് ഒരു കാരണം. 2, US ഫെഡറൽ റിസർവ് പലിശ കുറച്ചതും ഈ മാസവും ഡിസംബറിലും വീണ്ടും പലിശ കുറയ്ക്കും എന്ന തീരുമാനവും. അപ്പോൾ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ കുറയും, ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ പലിശ കുറയും, ബോണ്ടുകൾക്ക് പലിശ കുറയും. അങ്ങനെ വരുമ്പോൾ എന്നാൽ പിന്നെ സ്വർണ്ണത്തിലേക്ക് ആയിക്കൂടെ എന്ന് നമ്മൾ ഈ കണ്ട ആൾക്കാരെ പോലെ നിരവധി പേർ ചിന്തിക്കുന്നു. 3, കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. പല രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ 1000 ടൺ വീതമാണ് പ്രതിവർഷം ഈ 3 വർഷങ്ങളിലായി വാങ്ങിക്കൂട്ടി. ഒന്ന് ഇമാജിൻ ചെയ്യുക, എത്രമാത്രം ഡിമാൻഡാണ് അതുകൊണ്ട് സ്വർണ്ണത്തിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് സ്വർണ്ണവില കൂടാനൊരു കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ETF, സ്വർണ്ണത്തിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ആ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നവർ അത് കൂടുന്നത് സ്വർണ്ണവില കൂട്ടാൻ കാരണമായി. അമേരിക്കയിൽ അടച്ചുപൂട്ടൽ തുടരുന്നതും ഫ്രാൻസിലെ പ്രതിസന്ധിയും മറ്റ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും അനിശ്ചിതത്വങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഈ സ്വർണ്ണവിലയെ കൂട്ടുന്നുണ്ട്. 50,000 കടന്നത് കഴിഞ്ഞ മാർച്ചിലാണ്. വെറും 7 മാസം കൊണ്ട് അത് 1,00,000-ലേക്ക് പോവുകയാണ്. ഇനി ഗോൾഡ് ബബിൾ ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നവരുണ്ട്. പെട്ടെന്ന് തന്നെ, അതായത് ഈ വിലയൊക്കെ താഴ്ന്ന് 50,000-ലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്നു. ബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബലൂൺ വീർപ്പിക്കുകയാണെങ്കിൽ ആ ബലൂണിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു വായുവിനൊരു ഇതുണ്ട്, അതിനുശേഷം അത് പൊട്ടി തകർന്നു പോകും. അതേപോലെ തന്നെ സ്വർണ്ണവില താഴേക്ക് പോകുമെന്ന് പറയും. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, കുമാരനാശാൻ പറഞ്ഞതുപോലെ ഒരു നിശ്ചയവും ഇല്ല ഒന്നിനും, വരും ഓരോ ദശ വന്ന പോലെ പോകും. സ്വർണ്ണം അങ്ങനെ പോകത്തില്ല, 1,00,000 രൂപ കൊടുത്തല്ലേ കിട്ടൂ. അപ്പോൾ എന്തായാലും താങ്ക് യു കൃഷ്ണ ചെറിയാൻ. 1,00,000 രൂപ ഇപ്പോൾ ടാക്സ് ഉൾപ്പെടെ കൂട്ടിയാൽ 1,00,000-ൽ കൂടുതലായി വില. ഇപ്പോൾ റെക്കോർഡ് വിലയാണ്. സ്വർണം വാങ്ങിച്ച് സുരക്ഷയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നാളെ ഈ വില ഇടിയാം. സനൂപി പറയുന്നു, വയനാട് വീട് പോയവർക്ക് കൊടുത്ത ഉറപ്പ് ഇതുവരെ നടന്നിട്ടില്ല. നമ്മുടെ കാര്യമാണെങ്കിൽ നമ്മൾ കൊടുത്ത ഉറപ്പൊക്കെ പാലിച്ചിട്ടുണ്ട്. നമ്മളവിടെ ഒരു കടവപ്പാറയിലെ ഒരു അമ്മയ്ക്ക് ഒരു വീട് കൊടുക്കാൻ നമ്മൾ കൊടുത്തു. ഇപ്പോൾ മറ്റൊരു കാര്യം നിഖിൽ പ്രമേഷ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലക്കാട് പല്ലശ്ശനയിലെ വലതുകൈയും മുറിച്ചു മാറ്റേണ്ടി വന്ന കുട്ടിയുടെ അമ്മയ്ക്ക് അടിയന്തരമായ ധനസഹായം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുവദിച്ചതായും ഉടൻ തന്നെ തുടർ ചികിത്സ ഉറപ്പുവരുത്തുന്നതും സഹായം എത്തിച്ചു കൊടുക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് പിൻവാങ്ങുന്നു, സർക്കാർ അതിൽ നേരിട്ട് ഇടപെടുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ഈസ്റ്റ് ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ ബോട്ട് മറിഞ്ഞ് 5 ഇന്ത്യക്കാർ മരിച്ചു. MDC ക്വസ്റ്റ് എന്ന എണ്ണക്കപ്പലിലെ നാവികരാണ് മരിച്ചത്. 5 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ജിഷ്ണു, ഗുഡ് ഈവനിങ്. SKN, വളരെ ദാരുണമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നലെയാണ് ഈ കപ്പൽ മറിയുന്നത്. അതിൻ്റെ വിവരങ്ങൾ ഇപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, 12 പേരെ വഹിച്ചുകൊണ്ട് ഈ എണ്ണക്കപ്പലിലേക്ക് പുതിയ ക്രൂവിനെ എത്തിക്കുന്ന, അതിലെ മുഴുവൻ ക്രൂ മാറുന്ന സമയമായിരുന്നു. 12 പേരുടെ പുതിയ സംഘം ഈ കപ്പലിലേക്ക് ജോലിക്ക് കയറുന്ന സമയമാണ്. ഈ ജോലിക്കാരെ എത്തിച്ചിരുന്നത് ഒരു ഇന്ത്യൻ ഏജൻസി ആയിരുന്നു. ആ ഇന്ത്യൻ ഏജൻസി കൊണ്ടുവന്ന 12 പേരിൽ 5 പേരെ കാണാതാവുകയായിരുന്നു. ബാക്കി 5 പേരെ രക്ഷപ്പെടുത്തുന്നു. 2 പേർ വളരെ അവശരായി രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. 5 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ ഒരു മലയാളി ഉണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്നാൽ രക്ഷപ്പെടുത്തിയ ആളുകളുടെ കൂട്ടത്തിലും മലയാളികളുണ്ട് എന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നുള്ള ആളുകളാണ് എന്നുള്ള വിവരങ്ങളെല്ലാം ഇനി വരേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇത് ഒരു ക്രൂ ചേഞ്ചിന്റെ സമയമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കപ്പലിലെ ജോലി കഴിഞ്ഞ്, അതായത് അവരുടെ
ആ കാലാവധി കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന ജോലിക്കാരും അതുപോലെ തന്നെ തിരിച്ച് അതിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന 12 പുതിയ ജോലിക്കാരും ആണ്. അത് അവർ മാറുന്ന സമയമായിരുന്നു. അത് ഈ ഇതിലേക്ക് വന്നുകൊണ്ടിരുന്ന 12 പേരുടെ ബോട്ടാണ് മറിഞ്ഞത്. അത് കപ്പലിനടുത്തെത്താനാകുന്ന സമയത്തായിരുന്നു മറിഞ്ഞത്. ആ 12 പേരിൽ 5 പേരാണ് ഇപ്പോൾ മരിച്ചു എന്നുള്ള വിവരം വരുന്നത്. എസ്.കെ. സ്റ്റേജിൽ മാന്ത്രിക വിരലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്ന സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസി ഇനി സംരംഭകന്റെ റോളിൽ വരികയാണ്. കൊച്ചി കളമശ്ശേരിയിൽ SD സ്കേപ്സ് എന്ന പേരിൽ രാജ്യാന്തര സ്റ്റുഡിയോ നിർമ്മിച്ചാണ് ബിസിനസ് രംഗത്തേക്ക് സ്റ്റീഫൻ ദേവസി കടക്കുന്നത്. നടൻ മോഹൻലാൽ നാളെ ഈ സ്ഥാപനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. സിനിമാ ഷൂട്ടിംഗ് മുതൽ രാജ്യാന്തര ഷോകൾ വരെ സംഘടിപ്പിക്കാവുന്ന തരത്തിലാണ് സ്റ്റുഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. അതിവിപുലമായ സൗകര്യങ്ങൾ അവിടെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏഴേക്കർ ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന SD സ്കേപ്പ് മിഴി തുറക്കുന്നത് കേരളത്തിന്റെ പുതിയ ആസ്വാദന വിസ്മയം തീർക്കാൻ. സ്റ്റീഫൻ ദേവസിയുടെ സ്വപ്ന പദ്ധതി കേരളത്തെ രാജ്യാന്തര തലത്തിലേക്ക് ഉയർത്തുമെന്ന ഉറപ്പ്. സിനിമാ ചിത്രീകരണം, റിയാലിറ്റി ഷോകൾ, തത്സമയ പരിപാടികൾ എന്നിവയ്ക്കായി നൂതന സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ഒരു ഇടമുണ്ടാക്കുകയെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് SD സ്കേപ്പ് എന്ന സ്റ്റീഫൻ ദേവസി. ഇത് ഒരു ഫെസിലിറ്റിയാണ്. 2 സ്പേസാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാം, പ്രോഗ്രാംസിന് ഉപയോഗിക്കാം, എക്സ്പോസിന് ഉപയോഗിക്കാം, കോർപ്പറേറ്റ് ഇവൻറ്റിന് ഉപയോഗിക്കാം. അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് ഹാളാണ്. ഈ ഹാളിൻ്റെ പ്രത്യേകത 40 അടി ഉയരമാണ് അതിൻ്റെ ഹൈറ്റ്. ഈ 40 അടിയുടെ മേലിൽ നിന്നിട്ട് നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ ഒരു മേഖലയിൽ ആവശ്യം. കാരണം ലൈറ്റിങ്ങും ക്യാമറയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഷൂട്ടിംഗ് ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സാധനം. രാജ്യാന്തര ഷോകളിനെ കൊച്ചിയിലേക്ക് എത്തും. കലാകാരന്മാർക്ക് അവരുടെ സൃഷ്ടികൾ ഒരുക്കാനുള്ള അന്തരീക്ഷം തയ്യാറാക്കുകയാണ് ലക്ഷ്യമെന്നും സ്റ്റീഫൻ ദേവസി. ഒരു ഫെസിലിറ്റി. ഞാനൊരു കലാകാരനാണ്. നമ്മളിങ്ങനത്തെയുള്ള സ്റ്റേജുകളിലും ഫ്ലോറുകളിലാണ് നമ്മുടെയൊക്കെ കരിയർ വളർന്നിരിക്കുന്നത്. അപ്പോൾ ആ കലാകാരന്മാർക്കും ടെക്നീഷ്യന്മാർക്കും നല്ല കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള, അതിപ്പോൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ റെസ്റ്റ് ചെയ്യണക്കുമ്പോൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല റൂം വേണം, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ് വേണം. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 നിലകളിലായി 43,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച കെട്ടിടം 55 അടി ഉയരവും 42 അടി നീളവുമുള്ള ഹാളിൽ എലിവേറ്റഡ് റാമ്പ്. ഏറ്റവും ചെറിയ ഹാൾ 7,000 ചതുരശ്ര അടിയും ഏറ്റവും വലിയ ഹാൾ 17,000 ചതുരശ്ര അടി വിസ്തീർണവുമാണുള്ളത്. ശബ്ദ തരംഗങ്ങൾ പിടിച്ചെടുക്കാനും പ്രതിധ്വനി കുറയ്ക്കാനും ശബ്ദ നിലവാരം മെച്ചപ്പെടുത്താനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള അക്വസ്റ്റിക് ശബ്ദ സംവിധാനമാണ് ഏറ്റവും വലിയ പ്രത്യേകത. നാളെ നടക്കുന്ന ചടങ്ങിൽ മോഹൻലാലും വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവും പങ്കെടുക്കും. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന തുടക്കമെന്ന സിനിമയുടെ ചിത്രീകരണം SD സ്കേപ്സിൽ ഉടൻ ആരംഭിക്കും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.